ഗുഡ് മോർണിംഗ്. കൊല്ലം സ്റ്റോറീസ് മോർണിംഗ് അപ്ഡേറ്റ്സ്. കൊല്ലത്ത് യുവതികളെ ശല്യം ചെയ്തെന്ന കേസിൽ അഭിഭാഷകനും സുഹൃത്തും റിമാൻഡിൽ. കൊല്ലം ബാർ അസോസിയേഷൻ അംഗം ചാത്തന്നൂർ ചാമവിള വീട്ടിൽ ഹരിശങ്കർ, തോപ്പിൽക്കടവ് ലോക്ക് സൈഡ് അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന അർജുൻ എന്നിവരാണ് ഈസ്റ്റ് പോലീസിന്റെ അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം. കൊല്ലം നഗരത്തിൽ പുതുതായി പ്രവർത്തനം ആരംഭിച്ച ബാറിലെ വനിതാ ജീവനക്കാരെ ഇവരുടെ ജോലി സ്ഥലത്തും താമസ സ്ഥലത്തും എത്തി ശല്യം ചെയ്തെന്ന പരാതിയിലാണ് പിടിയിലായത്. പരവൂർ ഇലക്ട്രിക്കൽ സെക്ഷനിലെ പുറ്റിങ്ങൽ ട്രാൻസ്ഫോമറിന്റെ പരിധിയിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ ഇന്ന് രാവിലെ 9 മുതൽ വൈകിട്ട് 6 വരെ വൈദ്യുതി മുടങ്ങുമെന്ന് KCB അറിയിച്ചു. കൊല്ലം ജില്ലയിലെ പട്ടികവർഗ വിദ്യാർത്ഥികൾക്കായുള്ള പ്രീ മെട്രിക്, പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പുകൾക്ക് ഇ-ഗ്രാന്റ് പോർട്ടൽ മുഖേന അപേക്ഷിക്കാനുള്ള തീയതി 31 വരെ നീട്ടി. കൂടുതൽ വിവരങ്ങൾക്കായി ജില്ലാ പട്ടികവർഗ വികസന ഓഫീസുമായി ബന്ധപ്പെടാം. ചവറ മണ്ഡലത്തിന്റെ തീരദേശങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. ചവറ, പന്മന, നീണ്ടകര പഞ്ചായത്തുകളിലാണ് കുടിവെള്ളം കിട്ടാതെ ജനങ്ങൾ വലയുന്നത്. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് നീണ്ടകര പഞ്ചായത്തിലാണ്. മണ്ഡലത്തിലെ നീണ്ടകര ഒഴിച്ച് മറ്റ് 4 പഞ്ചായത്തുകളിലും കുഴൽക്കിണർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും വേണ്ട അത്ര ജലം ഉപഭോക്താക്കൾക്ക് കിട്ടാറുമില്ല. പലയിടത്തും സ്ഥാപിച്ചിരിക്കുന്നത് ഗുണമേന്മ ഇല്ലാത്ത പമ്പുകളുമാണ്. പലപ്പോഴും പമ്പുകൾ പ്രവർത്തിക്കാതെ വരുന്നത് കാരണം വീട്ടുകളിലേക്ക് കൊടുത്തിരിക്കുന്ന പൈപ്പുകൾ തുറന്നാൽ കാറ്റ് മാത്രമാണ് വരുന്നതെന്നാണ് വീട്ടമ്മമാർ പരാതിപ്പെടുന്നത്. പിന്നീട് ആകെ ആശ്രയം വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈനുകളാണ്. അതാകട്ടെ യാതൊരു കൃത്യനിഷ്ഠയും ഇല്ലാതെ പ്രവർത്തിക്കുന്നു. 4 ചുറ്റും ഉപ്പുവെള്ളത്താൽ ചുറ്റപ്പെട്ട പ്രദേശമായതിനാൽ ശാസ്താംകോട്ട ലൈൻ കേടായാൽ കുടിവെള്ളത്തിനായി അടുത്ത പഞ്ചായത്തുകളിലെ ബന്ധുവീട്ടിലേക്ക് അഭയം പ്രാപിക്കേണ്ട അവസ്ഥയിലാണ് നാട്ടുകാരിൽ പലരും. ഇന്നത്തെ സ്വർണ്ണവില: പവന് 98,640 രൂപ, ഗ്രാമിന് 12,330 രൂപ.